അപ്പോ റിലാക്സ് ഫോർസിന്റെ ആ ഒരു യജ്ഞം അല്ലെ, പുനർജനി, ജീവാമൃത പുനർജനി എന്ന് പറഞ്ഞ ആ ഒരു യജ്ഞം ഞങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ക്ലാസ് ഉണ്ടാവും. അതായത് നിങ്ങളുടെ ഫ്ലാറ്റിലെ എല്ലാവരെയും വിളിച്ചിട്ട് ഒരു ക്ലാസ് ഉണ്ടാവും. ആ ഒരു ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഒരു സെക്ഷൻ അല്ല, ജസ്റ്റ് ഒരു അൾട്രാ ലക്ഷറി ലൈഫ് സ്റ്റൈൽ നിങ്ങൾക്ക് വേണോ, അതായത് മെന്റലി, ഫിസിക്കലി, മോറലി എല്ലാ രീതിയിലും ഒരു അൾട്രാ ലക്ഷറി ലൈഫ് സ്റ്റൈൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ക്ലാസ് ആണ് ആദ്യം അറ്റൻഡ് ചെയ്യുന്നത്. അതിനുശേഷമാണ് നിങ്ങൾ ഏതൊക്കെ സ്കീമുകൾ തിരഞ്ഞെടുക്കണം നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാൻ പറ്റും. അതായത് ക്യാൻസർ വെജ് കാണണോ, ക്യാൻസർ ഫ്രൂട്ടി കാണണോ, മിയോക്ക് ഇന്റർജംഗിൾസോ, അതോടൊപ്പം തന്നെ ക്രിസ്പ്രോണ്ടാവിനോ, അങ്ങനെ നാച്ചുറൽ ആന്റി ഏജിംഗ് ട്രീറ്റ്മെന്റ് ബെനിഫിറ്റ്സും ഇതെല്ലാം എല്ലാം എല്ലാം പറയുന്ന ആ ഒരു ക്ലാസ് ആയിരിക്കും ആ ഒരു 1 ഡേയുടെ സെക്ഷൻ. ആ ഒരു സെക്ഷനിൽ പങ്കെടുക്കുന്നവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ ജീവിക്കാൻ പോകുന്ന ജീവിതം ഒരിക്കലും അതിനു മുമ്പ് ആ ഒരു ക്ലാസ്സിന് മുമ്പുള്ള ജീവിതമായിരിക്കില്ല അവർ ജീവിക്കാൻ പോകുന്നത്. അവർ പിന്നെ ജീവിക്കാൻ പോകുന്നത് റിലാക്സ് ഫോറസ്റ്റ് പറയുന്ന ആ ഒരു ടൈപ്പ് ഓഫ് മെത്തേഡ് അല്ലെ, അവരുടെ ആ ഒരു ഫുൾ ഫാമിലി ആയിട്ട് ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് ആ ഒരു ഫുൾ ഫാമിലിയെ ഒരു അൾട്രാ ലക്ഷറി ലൈഫിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്ന രീതിയിലത്തെ ക്ലാസ് ആയിരിക്കും. അതായത് ജീവിതത്തിന്റെ രഹസ്യം പറഞ്ഞു തരും. ആ ഒരു രഹസ്യം അനുസരിച്ച് നിങ്ങൾ ജീവിക്കുന്നു, ബെറ്റർ ആയിട്ടുള്ള ലൈഫ് നിങ്ങൾക്ക് ഞങ്ങൾ തരും. ജീവിതത്തിന്റെ രഹസ്യം കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മുടെ എല്ലാ ലൈഫും നമ്മുടെ എല്ലാ ജീവിതവും നമ്മുടെ സറൗണ്ടിങ്സും എല്ലാം സറൗണ്ട് ചെയ്തിരിക്കുന്നത് എനർജിയിലാണ് അല്ലെ, എനർജി ബേസ്ഡ് ആണ്. ഇതെല്ലാം ഫിസിക്സ് ആണ്, ഓക്കെ, സയന്റിഫിക്കലി ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു എനർജി നിങ്ങളുടെ ശരീരത്തിലെ എനർജിയും നിങ്ങളുടെ സറൗണ്ടിങ്സ് എനർജിയും എല്ലാം ഒരു പോസിറ്റീവ് എനർജി ആക്കി കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പോസിറ്റീവ് അൾട്രാ ലക്ഷറി ലൈഫ് കിട്ടും. അപ്പോൾ അത് എങ്ങനെയാണ് ആ ഒരു കൺവേർഷൻ എന്ന് പറയാനാണ് ആ ഒരു ക്ലാസ്, അല്ലാതെ വേറൊരു ക്ലാസ് ഒന്നുമല്ല. നിങ്ങൾ കംപ്ലീറ്റ് ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യേണ്ടി വരികയും, കാരണം നിങ്ങൾ ഇപ്പോൾ ജീവിക്കുന്നത് ഒരു നെഗറ്റീവ് എനർജി വലയത്തിനുള്ളിലാണ്. അപ്പൊ ആ നെഗറ്റീവ് എനർജിയിൽ നിന്ന് ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് ഞങ്ങൾ കൺവേർട്ട് ചെയ്യും.